എന്താടാ കുണ്ട്രാപ്പി? ഹലോ ഗൈസ്. ഹലോ ഗൈസ്, ഇത് കുത്താൻ പറ്റണോടാ? അത് ജസ്റ്റ് അങ്ങനെ കുത്തി നശിപ്പിക്കരുത്. ഓക്കെ. ഹായ് ഗൈസ്, ഞങ്ങൾ കഴിഞ്ഞ ദിവസം ക്രിസ്മസ് ഷോപ്പിങ്ങിന് പോയി. ഞങ്ങൾ അതെല്ലാം ഞങ്ങളുടെ ട്രീയിൽ ഫിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ലുക്ക് അറ്റ് മീ റേ, ലുക്ക് അറ്റ് മീ തീക്കട്ട. ഓക്കെ, പക്ഷെ ഫസ്റ്റ് ഓഫ് ഓൾ ഇത് ക്രിസ്മസ് ഷോപ്പിങ്ങിന് മേടിച്ച സാധനങ്ങളുടെ കൂടെ എക്സ്ട്രാ നിങ്ങൾ ഈ കാണുന്ന ബാക്ക്ഗ്രൗണ്ട് കണ്ടു ഗൈസ്. അത് നമ്മുടെ വാളല്ല, വാളിൽ നമ്മൾ അതുപോലെ ഒരു ഫ്രെയിം, 3D ഫ്രെയിം അല്ല, നോർമൽ ഫ്രെയിം സെറ്റ് ചെയ്തേക്കാണ്. ആ ഫ്രെയിം നമുക്ക് തന്നത് ആരാണ്? ഗ്രീഷ്മ ഫ്രം ഗ്രെയിൻഡേൽ. ഗ്രെയിൻഡേൽസിലെ ഗ്രീഷ്മ. ഗ്രെയിൻഡേൽസിന് ഒരു നല്ല കാര്യം, ഇതൊക്കെ ഈ റെഡ് ഫ്ലവേഴ്സും ഈ സാധനങ്ങളൊക്കെ തന്നത് നമുക്ക് ആരാണ്? ഗ്രീൻഡേൽസ്. നമ്മുടെ ബർത്ത്ഡേ പരിപാടിക്കൊക്കെ ഡെക്കോർ ചെയ്യുന്ന ടീമാണ്. നമ്മുടെ മിക്കവാറുമുള്ള പിന്നെ നല്ല സമയങ്ങളുമായിട്ടൊക്കെ അസോസിയേറ്റ് ചെയ്ത് നിൽക്കുന്ന ഗ്രെയിൻഡേൽസ്, ഗ്രീഷ്മയുടെ ഗ്രെയിൻഡേൽസ് ആണ് നമ്മൾക്ക് ഈ കുറച്ച് നമ്മുടെ ഓർണമെന്റ്സും ഡെക്കോർ പീസസും ഒക്കെ തന്നു. ബാക്കി നമ്മൾ വെക്കാൻ പോകുന്നത് നമ്മുടെ തന്നെ കേട്ടോ. പക്ഷെ ഇത് നമുക്ക് ഗ്രീഷ്മ, ട്രീ ഒക്കെ നമ്മുടെ ആണേ, പക്ഷെ ബാക്കിയൊക്കെ ഗ്രീഷ്മ ചെയ്തു തന്നത്. പക്ഷെ ഇത് ഈ പൂവ് എല്ലാ പൂവും ഇടണമെന്നില്ല. അപ്പോൾ ഗൈസ്, നമ്മള് എല്ലാ വർഷത്തെയും പോലെ ക്രിസ്മസ്, നിങ്ങൾ ക്രിസ്മസ് ഷോപ്പിംഗ് കണ്ടു. നമ്മൾ ക്രിസ്മസ് ട്രീ അലങ്കരിക്കുന്ന ചടങ്ങിലേക്ക് നിങ്ങളെല്ലാവരെയും ഹാർദമായി ക്ഷണിക്കുന്നു. Calling me like a Christmas tree. It's calling me, like the rainbow, like the rainbow. It's calling me, like the rainbow, the rainbow. ഗൈസ്, നിങ്ങൾ വീട്ടിൽ ക്രിസ്മസ് ട്രീ ഒക്കെ വെച്ചോ? ഓൾസോ ദിസ് ഇയേഴ്സ് ക്രിസ്മസ് പ്ലാൻ എന്താന്ന് പറയണം. അതെ, ഓക്കെ. നമുക്ക് പ്രത്യേകിച്ച് ക്രിസ്മസ് പ്ലാൻ എന്തെങ്കിലും ഉണ്ടോ ഷിറ്റു? നമ്മൾ ക്രിസ്മസ് വരെ ഇവിടെ ഉണ്ട്. ക്രിസ്മസിന്റെ അന്ന് നമ്മൾ ഇവിടുന്ന്, ക്രിസ്മസ് കഴിഞ്ഞ് നമ്മൾ ഇവിടുന്ന് മുങ്ങാൻ തീരുമാനിച്ച വിധം സന്തോഷപൂർവ്വം എല്ലാവരെയും അറിയിക്കുന്നു. അതെല്ലാവർക്കും അറിയാം. നമ്മൾ ന്യൂ ഇയറിന് എപ്പോഴും ഇവിടെ ഉണ്ടാവാറില്ല. ന്യൂ ഇയറിന് നമ്മൾ മോസ്റ്റ്ലി പോകുന്ന അതേ സ്ഥലത്തൊക്കെ തന്നെ നമ്മൾ ഇത്തവണയും പോകുന്നുണ്ട്. അപ്പം എന്തായാലും ക്രിസ്മസ് വരെയുള്ള പരിപാടികളാണ് ഇത്. ഇതിന് മുന്നത്തെ നമ്മുടെ ക്രിസ്മസ് ഷോപ്പിംഗ് വീഡിയോ നിങ്ങൾ കണ്ടില്ലെങ്കിൽ എന്തായാലും കാണണം കേട്ടോ. ഞങ്ങൾ കഷ്ടപ്പെട്ട് പോയി ഷോപ്പ് ചെയ്ത് വന്നതാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ എന്തായാലും ആ വീഡിയോ കാണണം. കണ്ടിട്ടില്ല. നമ്മള് ക്രിസ്മസ് എന്ന് പറയുമ്പോൾ ട്രീ മാത്രമല്ല, നമ്മള് ക്രിസ്മസ് ഷോപ്പ് ചെയ്ത കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ നമ്മൾ ഇവിടെ വെക്കും. ഇവിടെ എന്ന് പറഞ്ഞാൽ ലിവിംഗ് റൂമിൽ വെക്കും, ഡൈനിങ് ടേബിളിന്റെ അവിടെ വെക്കും. അങ്ങനെ നമ്മൾ മൊത്തം ഈ വീട് ക്രിസ്മസ് തീമിലേക്ക് ആക്കാൻ പോകണം. അതാണ്. അതെങ്ങനെയുണ്ട്? ബൈ ദ ബൈ, എങ്ങനെയുണ്ട് എൻ്റെ ഇടിവെട്ട് ശേഷം? ഫ്രം എനിക്ക് ഓൾവേസ് ജിംഗിൾ ബെൽസ്, ജിംഗിൾ ബെൽസ്, ജിംഗിൾ ഓൾ ദ വേ. ഓ മൈ സൺ ഡിസ്റ്റിൽ റെഡും ഗോൾഡും അല്ലേ ദേ വരുന്നത്? അമ്പോ, അത് തോളത്തിട്ടോ. കണ്ട് ഞാൻ കൃഷ്ണനെ. അയ്യോ, ക്രിസ്മസ് അല്ലേ, കണ്ട് ഞാൻ ക്രിസ്തുവിനെ. ഇതൊക്കെ കൊച്ചു കൊച്ചു എന്താണ് ഊട്ടകളുള്ള സ്ഥലങ്ങളിൽ നമ്മൾ വെച്ച് അടക്കണ്ടേ? അതുകൊണ്ടാണ് എനിക്ക് എന്റെ മോട്ടീവ് എന്താണെന്നറിയാം, ഈ ട്രീയുടെ ഗ്രീൻ കാണണം. പക്ഷെ എന്നാലും കൂടുതൽ റെഡും ഗോൾഡൻ ലൈറ്റ്സ് ഒക്കെ വെച്ചിട്ട് നമ്മൾ ഇത് കവർ ചെയ്യണം. അതാണ് ആക്ച്വലി ട്രീയുടെ ഭംഗി. ആക്ച്വലി ലാസ്റ്റ് ഇയർ ഓർമ്മയുണ്ടോ? ലാസ്റ്റ് ഇയർ ആണോ ഷിറ്റു? അയ്യോ എടാ പാവത്തിൽ. എടാ ലാസ്റ്റ് ഇയർ അല്ലേ നമ്മള് ഒരെണ്ണം വൈറ്റ് തീമില് ചെയ്തത് ഫോട്ടോഷൂട്ട്? വൈറ്റ് തീമിലാണ് സ്നോ പോലെ നമ്മുടെ ലാസ്റ്റ് ഇയറിൽ ഗ്രേനെ പിടിച്ചിട്ട് നമുക്ക് ഒരു പ്രാവശ്യം ട്രീ അങ്ങനെ ചെയ്യണം, സ്നോ തീം. പക്ഷെ അത് ട്രീ മേടിക്കണം, സ്നോയുടെ
ട്രീ ഉണ്ട് വൈറ്റ് കളറിൽ. ഞാൻ എൻ്റെ വളരെ ശ്രമകരമായ ഒരു സാധനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ക്രിയേറ്റിവിറ്റി ഞാൻ പരമാവധി ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങൾ വാവ് എന്ന് പറയും. എന്ത് ഭംഗിയല്ലേ ഇതൊക്കെ. ഇത് ആക്ച്വലി നമ്മുടെ ഒരു ട്രഡീഷനാണ്. എല്ലാ വർഷവും എല്ലാവരും, അതാണ് ഹിന്ദുസ്, ക്രിസ്ത്യൻസ്, മുസ്ലിംസ് എന്നൊന്നുമില്ല, എല്ലാവരും ചെയ്യുന്ന ഒരു ട്രഡീഷനാണ് ഇത്, അല്ലേ ജീവ? ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ട മാസമാണ്. എനിക്ക് പടേന്ന് തീർന്നു. ഷിട്ടൂര് ഡിസംബർ ആണോ ഫേവറേറ്റ് മന്ത്? ഫേവറേറ്റ് മന്ത് അല്ല, ക്രിസ്മസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട മാസങ്ങളിലൊന്നാന്ന് പറയാം. പക്ഷെ എൻ്റെ ഫേവറേറ്റ് മന്ത് ഡിസംബർ ആണോന്ന് ചോദിച്ചാൽ അല്ല. ഡിസംബർ ഇസ് നോട്ട് മൈ ഫേവറേറ്റ് മന്ത്. പക്ഷെ ഡിസംബർ ഒരു ഭയങ്കര ഹാപ്പിനെസ് ഉള്ളൊരു മന്താണ്. കാര്യം ഫുൾ സെലിബ്രേഷൻ, സ്വന്തം പേരിൽ. അത് നമുക്ക് ഗിഫ്റ്റ് കിട്ടിയതാ അത്. ഏറ്റവും മേളിൽ നമ്മൾ പൊതുവെ എന്താ വെക്കുക? ഒരു സ്റ്റാർ ഇങ്ങനെ വെക്കും, ലൈറ്റ് ഉള്ള ഒരു സ്റ്റാർ ഇങ്ങനെ വെക്കും. പക്ഷെ ഇത്തവണ നമ്മൾ അവിടെ എന്ത് വെക്കും? എന്റെ ഫോട്ടോ വെക്കും. കാരണം ഞാനാണ് സ്റ്റാർ. എനിക്കിഷ്ടായില്ല. സെൽഫ് ലവ് is the best love. എന്ന് പറഞ്ഞ് ക്രിസ്മസ് ട്രീയുടെ മുകളിൽ സ്റ്റാർ വെക്കുന്നതാണോ? സ്റ്റാറോടെ കിട്ടിയില്ല ഇപ്പൊ ഇവിടെ. സ്റ്റാർ അല്ലെങ്കിൽ എന്റെ ഒരു ഫോട്ടോ വെക്കും. എന്നെ നശിപ്പിച്ച് കുഞ്ഞിൽ കൊള്ളിച്ചു നിന്നു അതല്ലടാ അത്. എന്താണ് നിനക്ക് എന്താ നിന്റെ പ്രശ്നം? ആ പൂവ് ക്രിസ്മസ് ഗാനം ബൈ ജീവ. ഇല്ലേ പോയാ? ഞാൻ ആലോചിക്കുവായിരുന്നു എന്തായിരുന്നു. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഒരു പാടിയൊരു പാട്ടുണ്ടായിരുന്നല്ലോടാ. ഞാൻ ഉണ്ണി പിറന്നു മനസ്സിനകത്തൊരു യേശു, മയിൽ പീലി യേശു. നല്ല പാട്ട്. ഇതിങ്ങനെയാണ് ഇടണേ. അപർണാന്ന് ശരിക്കും കാണണം. അത് കാണാതിരിക്കാൻ മാക്സിമം ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. കണ്ടോ തിരിച്ചു വെച്ചേക്കണേ പൊട്ടൻ. ജെ ഫോർ ജീവ. എടാ ഇത് അപർണ കാണുന്നില്ല. അപർണ കാണരുത്. ഈ പൂവിനെ കൊണ്ട് ശല്യം. കിളികളോടും കഥകൾ ചൊല്ലി ഞാനിപ്പോ എവിടെ തൂക്കും? എന്റെ നെഞ്ചത്തോട്ട് കാറ്റുപൂവിൽ കരളിനോടും അയ്യോ നിഴലായി അലസമായി ഇളം സ്ഥലമില്ലെന്ന് കിളികളോടും കഥകൾ
ഓക്കെ ഗായ്സ്, ഇതാണ് ഞങ്ങളുടെ ഈ വർഷത്തെ ഞങ്ങൾ സെറ്റപ്പ് ചെയ്ത ക്രിസ്മസ് ട്രീ. ജിംഗിൾ ബെൽസ് ജിംഗിൾ ഓൾ ദ വേ. ഞാൻ പപ്പാനി ബാക്കി അറിയത്തില്ലാത്തോണ്ട് പാടുന്നില്ല ഞാൻ. നമ്മുടെ തീം റെഡും ഗോൾഡും, പക്ഷെ ഇടയ്ക്ക് ചെറിയ വൈറ്റ്. അത് ഇടയ്ക്കിടയ്ക്ക് ഓട്ടമുള്ള ഭാഗങ്ങളിൽ ചെറിയ ചെറിയ വൈറ്റ് വെച്ച് ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തു. അത് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ഡയലോഗ്. അപ്പൊ അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് കുറച്ച് വൈറ്റ് ഉണ്ട്, പക്ഷെ മോസ്റ്റ്ലി റെഡും ഗോൾഡൻ. ട്രഡീഷണൽ ക്രിസ്മസ് ട്രീ. ആൻഡ് ഞങ്ങൾ ഇപ്പോഴും ക്രിസ്മസ് ട്രീ സെറ്റ് ചെയ്ത് ബാൽക്കണിയിൽ മാല ബൾബും സ്റ്റാറും ഇട്ടതേ ഉള്ളൂ. അത് ഞാൻ ഇപ്പൊ ഷിജുനെ കൊണ്ട് കാണിച്ചു. അയ്യോ, ഇവിടെ ഒരു സാധനം ഇത് നിങ്ങൾ കണ്ടോ ഗൈസ്? നോക്കൂ, ജോൺസൺ എന്ന് വാങ്ങിച്ച 2 ബോൾസ്. ഈ ബോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, ഇവിടെ ഒരു റെഡ് ബോൾ, ഇതൊരു ഗോൾഡൻ ബോൾ. ഇതിങ്ങനെ ഇതാവുന്നില്ലല്ലോ, ഫ്ലിക്കർ ചെയ്യുന്നില്ലല്ലോ. ഡിസ്കോ ലൈറ്റ്സ് ആണോ? ജിംഗിൾ ബെൽസ് ഇട്ടോടെ ഇപ്പൊ മാറും. ഇപ്പൊ മാറും. വന്നുണ്ട്. അപ്പൊ ഇത് ഇനി നമ്മൾ ബാൽക്കണി കാണിച്ചു തരാവേ. ആൻഡ് ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഇപ്പോഴും ജോവാൻസ് എന്ന് വാങ്ങിച്ച സാധനങ്ങൾ സെറ്റ് ചെയ്തിട്ടില്ല. ഡൈനിങ് ടേബിളിൽ സെറ്റ് ചെയ്യാനുണ്ട്, പിന്നെ ടിവിയുടെ മുമ്പിലത്തെ സ്പേസിൽ കുറച്ച് സെറ്റ് ചെയ്യാനുണ്ട്. ഓക്കെ, ആൻഡ് ഗൈസ്, നമ്മള് ഈ മന്ത് തന്നെ നമ്മുടെ ഒരു ലിവിംഗ് റൂം റീവാമ്പ് നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഹോപ്പ്ഫുള്ളി എല്ലാം റെഡി ആയി കഴിഞ്ഞാൽ ഹോപ്പ്ഫുള്ളി ഈ മാസം തന്നെ കാണിക്കാം. ഞങ്ങളുടെ ലിവിംഗ് റൂം നിങ്ങൾ നേരത്തെ കണ്ട നമ്മുടെ ഹോം ടൂറിൽ വെച്ചിട്ട് ഒരുപാട് മാറിയിരിക്കുന്നു. കുറെ എക്സ്ട്രാ അഡിഷൻസ് വന്നു, കുറെ ന്യൂ സാധനങ്ങൾ വന്നു. പഴയ ലിവിംഗ് റൂം ഇപ്പോഴത്തെ ലിവിംഗ് റൂം ഒരുമിച്ചല്ലടാ, ഒരുപോലെ അല്ലടാ. ഓക്കെ, അപ്പോ ബാൽക്കണി കാണാൻ പുതിയ ലിവിംഗ് റൂം കാണിക്കും. ഇപ്പൊ നമുക്ക് ബാൽക്കണിയിലേക്ക് നടക്കാം. ബാൽക്കണി കണ്ടിട്ട് തിരിച്ചു വരുമ്പോഴത്തേക്ക് ഞങ്ങൾ ഇവിടെയുള്ള സാധനങ്ങളുമായിട്ട് ഇവിടെ കാണാം. ബൈ. ബാൽക്കണി കാണും. അങ്ങനെ ബാൽക്കണിയൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് ഇന്നലെ തുടങ്ങിയ സെറ്റിംഗ് ആണ്, ഇന്നാണ് തീർന്നത്. അതായത് 12 മണി കഴിഞ്ഞു. ഗുഡ് മോർണിംഗ് എവറിബഡി. ഓക്കെ, അപ്പം നമ്മൾ ബാൽക്കണി ആക്ച്വലി ഞാനില്ല കേട്ടോ, ഷിജുവും ജീവയും കൂടെയാണ് ഫുൾ വൈറ്റ് ലൈറ്റ്സ് വെച്ചിട്ട് എസ്തെറ്റിക്കലി സെറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടൊരു എന്താ പറയുക, ലൈറ്റും 2 വൈറ്റ് കളറിലെ സ്റ്റാർസ് ഒക്കെ ഹാങ് ചെയ്തിട്ട് ബാൽക്കണി ഫുൾ സെറ്റപ്പ് ചെയ്തത് ഇവരാണ്. സോ കൺഗ്രാറ്റുലേഷൻസ്, നല്ല ഭംഗിയുണ്ട്, നല്ല രസമായിട്ട്. 25,000 രൂപ കിട്ടിയിരിക്കുന്നു. ഓക്കെ, ഇനി നമ്മുടെ നമ്മൾ ജോൺസൺ എന്ന് വാങ്ങിച്ച സാധനങ്ങൾ നമ്മൾ ലിവിംഗ് റൂമിൽ ടിവിയുടെ സൈഡിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് കാണിക്കാം. തൽക്കാലം കൗച്ചും ഡൈനിങ് ടേബിളും നിങ്ങളെ കാണിക്കുന്നില്ല. വൈ? ബിക്കോസ് നമ്മളൊരു ലിവിംഗ് റൂം ഒരു റീവാമ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഇതെന്തുകൊണ്ടാണ് നിങ്ങളെ കാണിക്കുന്നത് പറഞ്ഞാൽ TV സ്റ്റാൻഡ് യൂണിറ്റ് ഞങ്ങൾ മാറും. പിന്നെ അത് നമ്മൾ പിന്നെ വേറെ കാണിക്കും, പക്ഷെ ഇപ്പൊ നമ്മൾ ഉള്ളത് കാണിക്കും. അതിനു മുന്നേ ഇതിന്റെ എസ്തെറ്റിക് ഷോട്ട്സ് അവൻ കാണിക്കട്ടെ. ഏതിന്റെ? ബാൽക്കണിയുടെ കണ്ടിട്ടാണല്ലോ നമ്മൾ ഇവിടെ. ഓ ആണല്ലേ, സോറി, ഞാൻ ഇച്ചിരി ട്രാക്ക് വിട്ടുപോയി. ഓക്കെ, കം ഓൺ. അപ്പൊ നമ്മൾ ഇത് കാണിച്ചു തരാവേ. നമ്മുടെ TV കോർണർ ആണിത്. TV കോർണറിന്റെ അടുത്ത് നമ്മൾ ഇത് കണ്ടോ, സാന്റ. നല്ല രസമുണ്ടല്ലേ? നമ്മുടെ റെഡ് സാന്റ അല്ല, പക്ഷെ വൈറ്റ് സാന്റ നമ്മളെ ജോവാൻസ് ഹോം സ്റ്റൈലിൽ നിന്ന് കിട്ടിയതാണ്. നല്ല ഭംഗിയില്ലേ, ക്യൂട്ട് അല്ലേ? ഇതെല്ലാം ജോൺസൺ വാങ്ങിച്ചോ. ആ, എല്ലാ സാധനങ്ങളും നല്ല ക്യൂട്ടി റെയിൻഡിയർ. ഇത് റെയിൻഡിയർ പപ്പാനി. ഈ റെഡ് ലൈറ്റ്സ്. പിന്നെന്താ, ഇവിടെ ചെറിയൊരു കാൻഡിൽസിന്റെ ഒരു ഇത്. അയ്യോ, നമ്മൾ ഇതിന്റെ റേറ്റ് കളഞ്ഞിട്ടില്ലടാ, 1500 രൂപയെന്ന്. ആൾക്കാരറിയട്ടെ നമ്മള് കാശ് കൊടുത്ത് വാങ്ങിച്ചത്. പ്രൊമോഷൻ അത് തന്നെ, ഓൺലി ക്യാഷ് കൊടുത്ത് വാങ്ങിച്ചത്. പിന്നെ എല്ലാരും ക്രിസ്മസിന് ക്യാഷ് കൊടുത്തല്ലേ വാങ്ങിക്കുക, ആരാ പ്രൊമോഷൻ ചെയ്യാ? ഓക്കെ, ഫൈൻ. അപ്പം ഇത് അങ്ങനെ ഒരു കാൻഡിൽ സ്റ്റാൻഡ് ആണ്. ആൻഡ് ദെൻ ഇത് നോക്ക്, ചെറിയൊരു വണ്ടി. അത് ക്രിസ്മസ് ട്രീ ആയിട്ട് വെച്ച് പോകുന്ന വീട്ടിലേക്ക് പോകുന്ന ഒരു കൊച്ചാട്ടൻ. ചേട്ടനെ കാണാമോ? അല്ല, കാരണത്ത് പിന്നെ ചേട്ടനല്ല, മമ്പൊടിയായിരിക്കും. ഇതെന്താ? അത് ക്രിസ്മസ് ട്രീ ആണ്, വൈറ്റ് കളർ ക്രിസ്മസ് ട്രീ. മഞ്ഞിൽ കുളിച്ചു. പിന്നെ അപ്പൊ ഇതാണ് നമ്മുടെ TV കോർണറിൽ നമ്മൾ ഇങ്ങനെ കുഞ്ഞു പീസസ് വെച്ചിട്ട് നമ്മൾ സെറ്റപ്പ് ചെയ്തു. ഇവിടേക്ക് നോക്കൂ, ഇതിൽ ഒരു അതൊരു ചെറിയ, അത് നമുക്ക് വേണമെങ്കിൽ ഫ്രഷ് ഫ്ലവേഴ്സ് വാട്ടർ വെച്ചിട്ട് നമുക്ക് ആ ഫ്രഷ് ഫ്ലവേഴ്സ് കീപ്പ് ചെയ്യാം. ക്രിസ്മസ് ഡേയുടെ അന്ന് വേണമെങ്കിൽ വെക്കാം. ബേസിക്കലി കുഞ്ഞു വീഡിയോ ആണ്. നമ്മൾ നമ്മുടെ വീട്ടിൽ ക്രിസ്മസ് ട്രീ സെറ്റ് ചെയ്തപ്പോൾ ആ സന്തോഷത്തിൽ നിങ്ങളെയും കൂടെ പങ്കുചേർത്തു. അത്രേ ഉള്ളൂ. വെരി സ്മോൾ വീഡിയോ. നമ്മുടെ ലിവിംഗ് റൂമിൽ നമ്മൾ ട്രീ വെച്ചു. നോർമലി
പുറത്ത് ആണ് നമ്മൾ ഒരു തവണ വെച്ചത്. ഒരു ഇയറിൽ നമ്മൾ പുറത്ത് ക്രിസ്മസ് ട്രീ സെറ്റ് ചെയ്തു. പക്ഷേ നമുക്ക് മോർണിംഗ് ഒക്കെ ഷൂട്ട്സ് ചെയ്യാൻ ഭയങ്കര പാടാണ്, ചൂടല്ലേ, വെയിലല്ലേ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഡിസൈഡ് ചെയ്തു നമുക്ക് നെക്സ്റ്റ് ടൈം തൊട്ടുള്ള ഇയേഴ്സിലെല്ലാം ക്രിസ്മസ് ട്രീ അകത്ത് സെറ്റ് ചെയ്യാം. അതുകൊണ്ടാണ് നമ്മൾ ലിവിംഗ് റൂമിൽ സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പം ഇതാണ് നമ്മുടെ ഇത്തവണത്തെ ക്രിസ്മസ് ട്രീ സെറ്റപ്പ്, ക്രിസ്മസ് ലുക്ക്. അപ്പോൾ ഗൈസ്, ക്രിസ്മസിന് ഇനിയിപ്പം വീഡിയോസ് വരുന്നുണ്ട്. നേരത്തെ പറഞ്ഞ ലിവിംഗ് റൂം റീവാം, പിന്നെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഫെസ്റ്റിവൽ സീസണിൽ നമുക്ക് ഈ പ്ലാറ്റ്ഫോമിൽ കാണാം. Until then, it's bye from Jeevan. അപ്പോൾ എസ്തെറ്റിക്കലി ഷോർട്സ് എല്ലാം കാണണേ. ഓക്കെ ഗൈസ്, അപ്പം ബൈ. കറക്റ്റ് ആയിട്ട് നോക്കുവാണെങ്കിൽ സമയം ഇപ്പോൾ 12:20 ആയിട്ടുണ്ട്. ഞങ്ങൾക്ക് ഉറങ്ങണം. എനിക്ക് വയ്യാണ്ടായി, ഉറങ്ങണം, ടയേർഡായി ഗൈസ്. എല്ലാം ചെയ്തിട്ട് ആർക്ക് വേണ്ടിയാ? നിങ്ങൾക്ക് വേണ്ടിയാ. ബൈ ഗൈസ്, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദ വീഡിയോ. മെറി ക്രിസ്മസ് ഇൻ അഡ്വാൻസ്. ബൈ.